സദ്യ സ്പെഷ്യൽ കൂട്ടുകറി. ഹായ് ഫ്രണ്ട്സ്, വിനീസ്വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ ഒന്ന് എനാബിൾ ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കൂട്ടുകറിയാണ്. അതിനായിട്ട് 1/4 ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ജീരകം 1/4 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 കപ്പ് കടല ഒരു രാത്രി മുഴുവൻ കുതിർത്തിട്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട്. കുക്കറിലിട്ട് 3 വിസിൽ കേൾപ്പിച്ച് വെച്ചേക്കാണ്. ചേനയും 1/2 കിലോ ഉണ്ട്, അത് വേവിച്ച് വെച്ചേക്കാണ്. 2 കായ, അതും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കാണ്. ഇനി ഒരു ഉരുളിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് കടുകിട്ട് 1/4 ടീസ്പൂൺ കടുകായിരുന്നു, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, അത് രണ്ടും ഇട്ട് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് 4 എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നെടുകെ കീറിയിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ 1 തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. 570 ഗ്രാം ചേനയുണ്ട്, കായാണേലും 300 സംതിങ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ എല്ലാ പച്ചക്കറിയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ 1/2 മുറി തേങ്ങ, ജീരകം, 4 കഷ്ണം ഉള്ളി അത്രയൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 മുളക് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്തിരി കൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വറുത്തപ്പോൾ അതിൽ കൂടി വറുത്താൽ മതിയായിരുന്നു. അതായത് നന്നായിട്ട് വറന്ന് കളറൊക്കെ മാറി വരുമ്പോൾ അതിൽ കൂടി ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മുളക് പൊടിയുടെ പച്ചച്ചുവ മാറിയിട്ടുണ്ടാവും, നല്ല കളറും കിട്ടും. ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ ആ തേങ്ങ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മളിനി വിളമ്പാൻ നേരത്തെ ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് സദ്യക്ക് വിളമ്പണ കൂട്ടുകറിയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.